Hello everyone, welcome back to the world of English. Okay, നിയമപരമായ മുന്നറിയിപ്പ്, disclaimer, I have no intention to spread panic through this video. My only intention is to provide you more confidence. Okay, നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം തരിക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. നോക്കൂ, മാർച്ച് 9 തിങ്കളാഴ്ച രാവിലെയാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ എക്സാം. നിങ്ങൾ നന്നായിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അവിടെയും നിങ്ങളുടെ പ്രധാനപ്പെട്ട കൺസേൺസിലൊന്ന്, ഈ ഗ്രാമർ ടോപ്പിക്കുകൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടത്? ഡിസ്കോഴ്സുകളും കോംപ്രിഹെൻഷനും ഒക്കെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഗ്രാമർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. മാത്രമല്ല 12ഓളം ടോപ്പിക്സ് എന്ന് ചോദ്യം വരും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഗ്രാമർ എന്ന് പറയുന്നത് നിങ്ങൾ ഇതുപോലെ പേടിപ്പിക്കുന്നുണ്ട്. കാരണം 12 ടോപ്പിക്സ് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പാനിക്കാവുകയാണ്. എന്നാൽ അങ്ങനെയല്ല കാര്യം. പരീക്ഷയിൽ ഈ 12 ഗ്രാമർ ടോപ്പിക്സ് ഒന്നും ചോദ്യം വരില്ല. ഇതിൽ ഒരു 5-6 ഗ്രാമർ ടോപ്പിക്സിൽ നിന്നാണ് നമുക്ക് സാധാരണ ചോദ്യം വരാറ്. അത് അങ്ങനെ തന്നെയാണ് എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ എക്സാംസിലൊക്കെ അത് അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കായി മനസ്സിലാക്കി കഴിഞ്ഞാൽ, കുറച്ചുകൂടെ സിമ്പിളായി മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഗ്രാമർ ഇതല്ല എന്നും SSLC ഇംഗ്ലീഷ് ഗ്രാമർ ഇത്രമേൽ സുന്ദരമാണെന്നും നമുക്ക് മനസ്സിലാവും. ഗ്രാമർ ഡെല്ലുല്ലു ആണ്. നമ്മൾ ആദ്യം ഒരു ഞെട്ടലൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പറഞ്ഞ് സംസാരിച്ച് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാമറിന് എളുപ്പത്തിൽ ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ക്ലാരിറ്റി നമ്പർ 1, 12 ഗ്രാമർ ടോപ്പിക്സ് എല്ലാ എക്സാമിനും ചോദിക്കുമോ? ഇല്ല, ഒരു എക്സാമിനും 12 ഗ്രാമർ ടോപ്പിക്സ് ചോദ്യം വരില്ല. പിന്നെയോ ഏകദേശം ഒരു 6 ഗ്രാമർ ടോപ്പിക്സ് ആണ്, അല്ലെങ്കിൽ ഒരു 7 ഗ്രാമർ ടോപ്പിക്സിൽ നിന്നാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. അതിൽ തന്നെ നമ്മൾ 99.99% വിശ്വസിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഇത് എന്തായാലും ചോദിക്കും. എന്താ 99.99%? ഉറപ്പായിട്ടും എല്ലാ എക്സാമിലും ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഫാക്ടർ ഉണ്ട്. മാത്രമല്ല 100% എന്ന് പറയാൻ ഞാൻ ആരുമല്ല. അതുകൊണ്ട് 99.99% ഈ ഗ്രാമർ ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. അതിലൊന്ന് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. റിപ്പോർട്ടഡ് സ്പീച്ചിന് എന്തായാലും പബ്ലിക് എക്സാമിന് ചോദ്യം ഉണ്ടാവും. മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നു, അതിന് മുമ്പ് നടന്ന എല്ലാ എക്സാംസിലും ഉണ്ടാവും. സോ സാധാരണഗതിയിൽ ഞാൻ ഈ പറയുന്നതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തുകൊണ്ടാണ്. 2 മാർക്കിനാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന ചോദ്യം വരാം. ഇനി എഡിറ്റിംഗ്, എല്ലാ തവണയും എഡിറ്റിംഗ് ചോദിക്കും. 3 മാർക്കിനാണ് എഡിറ്റിങ്ങിന് സാധാരണ ചോദ്യം വരാറ്. 6 മിസ്റ്റേക്സ് ഉണ്ടാവും. ഓരോ മിസ്റ്റേക്സ് നിങ്ങൾ കറക്റ്റ് ചെയ്യുമ്പോൾ 1 മാർക്ക് വീതം, ടോട്ടൽ 3 മാർക്സ്. ദെൻ ഫ്രേസൽ വേർബ്സ് എന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. ഫ്രേസൽ വേർബ്സ് 4 മുതൽ 5 മാർക്കിന് വരെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. പ്രപ്പോസിഷൻസ് അല്ലെങ്കിൽ കൺജങ്ഷൻസ്, ഇന്ന്, അറ്റ്, ഓണ് പോലെയുള്ള പ്രപ്പോസിഷൻ, അതുപോലെയുള്ള ആൻഡ്, ബിക്കോസ്, ഓൾദോ പോലെയുള്ള കൺജങ്ഷൻ അല്ലെങ്കിൽ കൺജങ്ഷൻസ് അല്ലെങ്കിൽ കൊഹിസീവ് വൈസസ് എന്ന് ചോദ്യം ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒന്നാണ്, അല്ലെങ്കിൽ ഇത് മിക്സ് ചെയ്തിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അവിടെ നിങ്ങൾക്കൊരു 3 മാർക്കിനൊക്കെയുള്ള ചോദ്യമാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ആൻഡ് കോൺവെർസേഷൻ കംപ്ലീഷൻ നമ്മളൊരു 4 മുതൽ 5 മാർക്കിന് വരെയുള്ള ചോദ്യങ്ങൾ. ദെൻ ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ് 4 മാർക്കിനുള്ള ചോദ്യം. ഇത്രയും ചോദ്യങ്ങൾ ഉറപ്പായിട്ടും 9 എക്സാമിന് ചോദിക്കുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. ഇവർ മെയിൻ പ്ലേയേഴ്സാണ്. ഇവരെ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ റൂള് നമുക്കറിയണം. ഓരോ ടൈപ്പ് സെൻറ്റൻസുകൾ വന്നാൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്ന് നമ്മൾ പഠിക്കണം. എഡിറ്റിംഗ് ചെയ്ത് തന്നെ പഠിക്കണം. കുറച്ച് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഫ്രേസൽ വേർബ്സ് നമ്മൾ സ്ഥിരമായിട്ട് പഠിച്ച് വെക്കേണ്ട കുറച്ച് ഫ്രേസൽ വേർബ്സ് ഉണ്ട്, അത് നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും. പ്രപ്പോസിഷൻസ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിക്കണം. കോൺവെർസേഷൻ കംപ്ലീഷൻസ് നമ്മൾ റൂള് പഠിക്കണം. ക്വസ്റ്റ്യൻസ് കാണണം, അത് ചെയ്യണം. WH ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ ടാഗ്, ഹാഡ് ബെറ്റർ, വുഡ് യു മൈൻഡ്, വുഡ് റാദർ, ഇതൊക്കെ എന്താണെന്ന് അറിയണം. ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ്, എങ്ങനെയാണ് WH ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക? നമ്മൾ കോൺവെർസേഷൻ കംപ്ലീഷനിൽ തന്നെ പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുക? ഇത് നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ പഠിക്കണം. ഇത്രയുമാണ് നമുക്ക് ഗ്രാമറിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇതല്ലാതെ കുറേ ആൾക്കാരുണ്ടല്ലോ, ഹോമോണിംസ്, പോർട്ട്മാൻഡ്യൂ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാർ വരാം. അതായത് ഇതൊക്കെ ഓപ്ഷണലാണ്. ഇതിൽ 1 or 2 പരമാവധി ചോദിച്ചേക്കാം, എല്ലാം ഒന്നും ചോദിക്കില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഹോമോണിംസ് ആണ് ചോദിക്കുന്നതെങ്കിൽ പോർട്ട്മാൻഡ്യൂ ചോദിക്കില്ല. പോർട്ട്മാൻഡ്യൂ ആണ് ചോദിക്കുന്നതെങ്കിൽ ഹോമോണിംസ് ചോദിക്കില്ല. അല്ലെങ്കിൽ നൗൺ ഫ്രേസ് ആൻഡ് വേർബ് ഫ്രേസ് ഇത് മിക്സ് ചെയ്ത് ചോദിക്കാം. കാരണം ടോട്ടൽ നമുക്ക് 24 മാർക്കിനാണ് ഗ്രാമർ. അപ്പോൾ ഇവിടെ നിന്ന് എത്ര മാർക്കായി? 2 + 3 5, 5 + 5 10, +3 13, +5 18, +4 22 മാർക്സ്. അപ്പോൾ ഒരു 2 മാർക്ക് ബാക്കിയുള്ളത് ഇവിടുന്ന് എവിടെന്നെങ്കിലും ചോദിക്കാം എന്നതാണ് കാര്യം. പക്ഷെ നമ്മളിത് പഠിക്കണം. പക്ഷെ വല്ലാതെ എന്ത് ചെയ്യണ്ട, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ലേ. നൗൺ ഫ്രേസ് ആൻഡ് വേർബ് ഫ്രേസ് ഇത്തവണത്തെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് പബ്ലിക് എക്സാമിന് ചോദിക്കുമെന്നോ ചോദിക്കില്ല എന്നോ അല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു ബേസിക് കാര്യം പഠിച്ചു വെക്കണം. ഹോമോണിംസ് വളരെ സിമ്പിളായ ഒരു കോൺസെപ്റ്റാണ് ഹോമോണിംസ്. ദെൻ വേർഡ് പെയർ, ഒരു മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ നമ്മൾ ലിസ്റ്റിലേക്ക് വെക്കുന്നു. പോർട്ട്മാൻഡ്യൂ വേർഡ്സ് ഇത്തവണത്തെ
മോഡൽ എക്സാമിന് ചോദിച്ചു, അതുകൊണ്ടത് പബ്ലിക് എക്സാമിന് ചോദിക്കില്ല എന്ന് നമുക്ക് 100% ഷുവറിറ്റി പറയാൻ പറ്റില്ല. ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് ഇത് മാത്രം എൻ്റെ ഒരു ഒപ്പീനിയനാണ്, ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷെ എന്നാലും നമുക്ക് പഠിച്ചു വെച്ചേക്കാം പബ്ലിക് എക്സാമിൽ റിസ്ക് എടുക്കേണ്ട. കാരണം ഈ പറയുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിലോ അല്ലെങ്കിൽ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലോ ഒന്നും എന്തില്ല ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് +1 എത്തുമ്പോഴാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് സാർ, അടുത്ത ചോദ്യം, ഇതൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? സാറ് പറഞ്ഞപ്പോൾ കുറച്ച് സമാധാനമൊക്കെ ഉണ്ട്, ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ നന്നായിട്ട് പഠിക്കണം, ഈ ടോപ്പിക്സ് ഒക്കെ ജസ്റ്റ് നോക്കി പോയാൽ മതി. ഇതൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ പഠിക്കേണ്ടത്? ഇത് പഠിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു വഴി എന്ന് പറയുന്നത് ഇന്ന് വൈകുന്നേരം 7:30 സൈലത്തിൻ്റെ SSLC ചാനലിലുള്ള മെഗാ മാരത്തൺ ഗ്രാമർ മാരത്തൺ കാണുക എന്നുള്ളതാണ്. സോ ആ ലൈവിൻ്റെ ലിങ്ക് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് കൃത്യം 7:30 ആ ലൈവ് കാണാൻ വേണ്ടി വരിക. നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ 1 by 1 ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് എന്ത് ചെയ്യാം, അവിടെ നിന്ന് പഠിച്ചെടുക്കാം. സോ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഗ്രാമർ ടോപ്പിക്സിൽ നിങ്ങൾ എവിടെയാണ് കൂടുതൽ വീക്കായിട്ടുള്ളത്, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻസ് എങ്ങനെ പോകുന്നു എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. ഞങ്ങളത് വായിക്കാം. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഞങ്ങളും ഞങ്ങളുടെ ലൈവുകളും കോണ്ടന്റ് വീഡിയോസൊക്കെ കസ്റ്റമൈസ് ചെയ്യാം. So thank you for watching. I'll see you at the live. Thank you.